ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ഡെയിലി ലൈഫിൽ സംസാരിക്കുമ്പോഴൊക്കെ വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു 3 വാക്കുകളാണ്. സംതിങ്, സംവൺ ആൻഡ് സംവേർ. ഈ സംതിങ് അതല്ലെങ്കിൽ സംവൺ, സംവേർ ഈ 3 വാക്കുകളും വേറെ പല വാക്കുകളുമായി ചേർത്ത് ഓരോ സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ ഡെയിലി ലൈഫിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും നമുക്കതൊരു ഫ്ലുവൻസി കിട്ടാനും ആ നാച്ചുറൽ ഒരു ഫ്ലോ നിലനിർത്താനും സാധിക്കും ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ സംതിങ് ആദ്യം നമുക്ക് നോക്കാം. സംതിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ പറയുകയാണെങ്കിൽ എന്തോ വസ്തു, അതല്ലെങ്കിൽ എന്തെങ്കിലും എന്നൊക്കെയാണ് മീനിങ്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഇറ്റ്സ് സംതിങ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അത് ഒരു കാര്യം, ഒരു വസ്തുവിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. അത് ഒരു സ്പെഷ്യലായിട്ടുള്ള സംഭവമാണ്. ഇറ്റ് ഈസ് സംതിങ് സ്പെഷ്യൽ. അതുപോലെ തന്നെ നമുക്ക് സംതിങ് എക്സ്ട്രാ ഓർഡിനറി, സംതിങ് നൈസ്, ഇങ്ങനെയൊക്കെ നമുക്ക് പല വാക്കുകളും ചേർത്തിട്ട് ഉപയോഗിക്കാം. സംതിങ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട്, വളരെ സ്പെസിഫൈ ചെയ്തിട്ടൊരു കാര്യം പറയാൻ പറ്റില്ല. നമുക്ക് കൃത്യമായി അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. എന്തോ ഒരു കാര്യം, എന്തെങ്കിലും എന്നൊക്കെയുള്ള ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ഡിഫറൻസിൽ ആണ് ആ മീനിങ് വരുന്നത്. സംതിങ് ഈസ് റോങ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കാര്യം, എന്തോ ഒരു പിശക് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. സംതിങ് ഈസ് റോങ്. അത് എന്താണെന്ന് നമ്മൾ പറയുന്നില്ല. സംതിങ് ഈസ് റോങ്. അതുപോലെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് ഒരു പ്രത്യാശ കൊടുക്കുന്ന വിധത്തിൽ സംസാരിക്കുമ്പോൾ സംതിങ് ഗുഡ് വിൽ ഹാപ്പൻ, സംതിങ് ഗുഡ് വിൽ ഹാപ്പൻ, നല്ല കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിക്കും, വിഷമിക്കാനൊന്നുമില്ല, സംതിങ് ഗുഡ് വിൽ ഹാപ്പൻ. സംതിങ് ജസ്റ്റ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ വേറെ എന്തോ. സംതിങ് ജസ്റ്റ് ലൈക്ക് ദിസ്, ഒരു കാര്യം കാണുമ്പോൾ ഏകദേശം ഇതുപോലെ എന്തോ ആണ്. സംതിങ് ജസ്റ്റ് ലൈക്ക് ദിസ്. സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തോ ഒന്ന്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും, സംതിങ് ഇൻട്രസ്റ്റിംഗ്. സംതിങ് അബൌട്ട് യു എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പറ്റി എന്തെങ്കിലും. ഹി വാസ് ടെല്ലിങ് സംതിങ് അബൌട്ട് യു, അവൻ നിങ്ങളെപ്പറ്റി എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംതിങ് അബൌട്ട് യു എന്താണെന്ന് നമുക്കറിയില്ല. ഐ വിൽ ടെൽ യു സംതിങ്, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം എന്നാണ്. ആ ഒരു കാര്യം എന്താണെന്ന് പറയുന്നില്ല. ഐ വിൽ ടെൽ യു സംതിങ്. ഹി ഹാസ് സംതിങ് ഇൻ ഹിസ് മൈൻഡ്, അവൻ്റെ മനസ്സിൽ എന്തോ ഉണ്ട്. സംതിങ് ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞാൽ അതുപോലെ എന്തോ ഒന്ന്, സംതിങ് ലൈക്ക് ദാറ്റ്. ഇതൊക്കെ ഉപയോഗിക്കുന്ന, നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റിയ ഫ്രേസസ് ആണ്. സംതിങ് ലൈക്ക് ദാറ്റ്. ഹി സെഡ് സംതിങ് ആൻഡ് റാൻ അവേ, അവൻ എന്തോ പറഞ്ഞിട്ട് ഓടിപ്പോയി. ഹി സെഡ് സംതിങ് ആൻഡ് റാൻ അവേ. ഐ ഫൗണ്ട് സംതിങ് ഇൻട്രസ്റ്റിംഗ് അറ്റ് ദ സ്റ്റോർ, ഞാൻ ആ സ്റ്റോറിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ എന്തോ ഒരു കാര്യം കണ്ടു. ഐ ഫൗണ്ട് സംതിങ് ഇൻട്രസ്റ്റിംഗ് അറ്റ് ദ സ്റ്റോർ. ഷീ സെഡ് സംതിങ് ദാറ്റ് മേഡ് മീ ലാഫ്. ദർ ഈസ് സംതിങ് സ്പെഷ്യൽ എബൌട്ട് ദാറ്റ് പ്ലേസ്, ആ സ്ഥലത്തിന് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്നാണ്. ദർ ഈസ് സംതിങ് സ്പെഷ്യൽ, എന്തോ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യം ഉണ്ട്. ദർ ഈസ് സംതിങ് സ്പെഷ്യൽ എബൌട്ട് ദാറ്റ് പ്ലേസ്. ഹി വിസ്പേർഡ് സംതിങ് ഇൻ ഹെർ ഇയേഴ്സ്. അവൻ എന്തോ വിസ്പർ ചെയ്തു മീൻസ് സ്വകാര്യമായിട്ട് പറഞ്ഞു. ഇൻ ഹെർ ഇയേഴ്സ് സംതിങ്, എന്തോ ഒരു കാര്യം, നമുക്കറിയില്ല എന്താണെന്ന്. സംതിങ്. ലെറ്റ് മീ ആസ്ക് യു സംതിങ്, ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ലെറ്റ് മീ ആസ്ക് യു സംതിങ്. സേ സംതിങ്, എന്തെങ്കിലും പറയൂ. ലെറ്റ് മീ ഷോ യു സംതിങ്, ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരട്ടെ. ഇങ്ങനെ എത്രയോ കാര്യങ്ങളാണ് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ സംസാരിക്കേണ്ടി വരിക. പല വാക്കുകളുമായി ചേർത്ത് നമുക്ക് ഡേ ടു ഡേ ലൈഫിലുള്ള സംസാരത്തിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഈ ഒരു സംതിങ് എന്ന വാക്ക് ഒരുപാട് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി അടുത്ത വാക്ക് സംവൺ. സംവൺ എന്ന് ഉപയോഗിക്കുന്നത് ഒരു വ്യക്തിയെ പറ്റി പറയുമ്പോഴാണ്. ആരെങ്കിലും എന്നൊക്കെയുള്ള മീനിങ്ങിലാണ് അത് ഉപയോഗിക്കുന്നത്. സംവൺ ഈസ് സ്റ്റാൻഡിങ് അറ്റ് ദ ഗേറ്റ്, ആരോ ഗേറ്റിൽ നിൽക്കുന്നുണ്ട്.
സംവൺ ഈസ് കമ്മിങ്, ആരോ വരുന്നുണ്ട്. ഐ വിൽ സെൻഡ് സംവൺ അറ്റ് വൺസ്. ഐ വിൽ സെൻഡ് സംവൺ അറ്റ് വൺസ്. ഞാൻ ഇപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഒരാളെ അയക്കാം, ആരെങ്കിലും അയക്കാം എന്നാണ്. വി നീഡ് സംവൺ ഹൂ വർക്ക്സ് വെരി ഹാർഡ്. നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. വി നീഡ് സംവൺ, ആരെങ്കിലും. വി നീഡ് സംവൺ ഹൂ വർക്ക്സ് ഹാർഡ്. സംവൺ ടുക്ക് ഓൾ ദ ചോക്ലേറ്റ്സ്. ആരോ ചോക്ലേറ്റ്സ് മുഴുവൻ എടുത്തു. സംവൺ. അപ്പോൾ ഒരു വ്യക്തിയെ പറ്റിയാണ് നമ്മൾ സംവൺ ഉപയോഗിക്കുന്നത്. ഇതുപോലെ സംവൺ നോട് ചേർത്തിട്ട് പല വാക്കുകളും. സംവൺ സ്പെഷ്യൽ, ഹീസ് സംവൺ സ്പെഷ്യൽ. അദ്ദേഹം വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ്. സംവൺ ഹാസ് ടു ഡൂ ദിസ്. ആരെങ്കിലും ഇത് ചെയ്യണം, അത് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. സംവൺ, അത് ആര് ചെയ്യണമെന്ന് പറയുന്നത്. സംവൺ ഹാസ് ടു ഡൂ ദിസ്, ആരെങ്കിലും ഇത് ചെയ്യേണ്ടതുണ്ട്. ഇനി അടുത്ത വാക്ക് സംവേർ. ഇത് ഒരു പ്ലേസിനെ പറ്റി പറയുമ്പോഴാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് സംവേർ എന്നത്. ഇറ്റ്സ് സംവേർ ഇൻ മൈ ഹാർട്ട് എന്ന് പറഞ്ഞാൽ അതെൻ്റെ ഹൃദയത്തിൽ എവിടെയോ ഉണ്ട്. അത് നമുക്ക് വളരെ കണക്ഷൻ ഉള്ള ഒരു കാര്യം, വളരെ ഫീലിങ്സ് ഉള്ള ഒരു കാര്യം പറയുമ്പോൾ, ഇറ്റ്സ് സംവേർ ഇൻ മൈ ഹാർട്ട്, എൻ്റെ മനസ്സിൽ ഉണ്ട്, എൻ്റെ ഹൃദയത്തിലുണ്ട് എന്നർത്ഥത്തിൽ. സംവേർ ഇൻ മൈ ഹാർട്ട്, എവിടെയോ എന്ന മീനിങ് ആണ് സംവേർ. മൈ കീസ് മസ്റ്റ് ബി സംവേർ ഹിയർ. എൻ്റെ കീസ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ട്, ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണുന്നത്. മസ്റ്റ് ബി സംവേർ ഹിയർ, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടത് എൻ്റെ കീസ്. എവിടെയോ, പക്ഷേ എവിടെയാണെന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റുന്നില്ല. എവിടെയാണ് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ സംവേർ ഹിയർ. ഷീ ലീവ്സ് സംവേർ ഇൻ ദ സിറ്റി. അവൾ സിറ്റിയിൽ എവിടെയോ ആണ് താമസിക്കുന്നത്. ഷീ ലീവ്സ് സംവേർ ഇൻ ദ സിറ്റി. അത് എവിടെയാണ് താമസിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായ ഒരു പ്ലേസ്, ഒരു ലൊക്കേഷൻ പറയാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഷീ ലീവ്സ് സംവേർ ഇൻ ദ സിറ്റി, സിറ്റിയിൽ എവിടെയോ ആണ് അവൾ താമസിക്കുന്നത്. ഐ ഹാവ് സീൻ യു സംവേർ ബിഫോർ. ഐ ഹാവ് സീൻ യു സംവേർ ബിഫോർ. ഞാൻ നിങ്ങളെ എവിടെയോ മുൻപ് കണ്ടിട്ടുണ്ട്. ഐ ഹാവ് സീൻ യു സംവേർ ബിഫോർ. ഇതും നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് ഒരുപാട് സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാം. അപ്പോൾ പല വാക്കുകളും ഇതിനോട് ചേർത്ത് സംവൺ, സംതിങ്, അതുപോലെ സംവേർ ഒക്കെ ഉപയോഗിച്ച് നോക്കുക. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആ വൊക്കാബുലറി നമുക്ക് കൂടുതലൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും എന്ന് മാത്രമല്ല, നമുക്ക് ഒരു സംസാരിക്കുമ്പോൾ ഒരു നാച്ചുറൽ ഫ്ലോ കിട്ടും. നമുക്ക് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് സ്വന്തം വാക്കുകളായി മാറും പിന്നീട് ഉപയോഗിച്ച്. അപ്പോൾ തീർച്ചയായും ഇത് പ്രാക്ടീസ് ചെയ്യണം. വളരെ നല്ല വാക്കുകളാണ് സംതിങ്, അതുപോലെ സംവൺ, സംവേർ ഒക്കെ.